നമസ്കാരം, ഞാൻ ജയന്താണ്. ARM സ്വന്തം നാട്ടുകാരൻ ജിതിൻ ലാൽ കേരളത്തിന് അല്ലെ നമ്മുടെ മലയാളികൾക്ക് വേണ്ടി ബാഹുബലി പോലെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. അതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാര്യം നമ്മുടെ ഒരു ട്രിവാൻഡ്രംകാരൻ എന്നുള്ളതിലൊരു സന്തോഷമുണ്ട്. ആദ്യത്തെ മൂവിയാണ് പുള്ളി. പല പടങ്ങളിലും അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യത്തെ മൂവി എന്ന് പറഞ്ഞ് നമുക്കറിയാലോ, ഫസ്റ്റ് ഒരാളുടെ മൂവി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരും എന്ന് സ്വാഭാവികം വരും. പക്ഷേ ജിതിൻ ലാലിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റോ നെഗറ്റീവോ ഈ ഒരു ചിത്രത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ ഒരു ചിത്രത്തിന് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന മലയാള പടങ്ങൾക്കൊന്നും റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്ത പടങ്ങളാണ് ഇറങ്ങുന്നത്. അതിനി ഏതൊക്കെ ആൾക്കാർ അഭിനയിച്ചതാണെങ്കിൽ പോലും റിപ്പീറ്റ് വാല്യൂ ഇല്ല. നമുക്ക് തിയേറ്ററിൽ കണ്ടാൽ പിന്നെ അത് TV-യിലോ മൊബൈലിലോ ഒന്നും കാണാൻ തോന്നത്തില്ല. പക്ഷേ പണ്ടത്തെ പടങ്ങൾ അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ പണ്ടത്തെ പല പടങ്ങൾ എടുത്ത് നോക്കിയാൽ ഇപ്പോഴും നമ്മൾ പലപ്പോഴും മൊബൈലിൽ കാണുന്നു, TV-യിൽ കാണുന്നു. ഒരു പടത്തെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ARM-ന് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം തിയേറ്ററിൽ പോയി കണ്ട ഒരു ചിത്രം വീണ്ടും എനിക്ക് കാണണം എന്ന് തോന്നിയൊരു ചിത്രമാണ് ARM. അത് എൻ്റെ മേക്കിങ്, പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള അതിലെ ഒരു തത്തക്കിളി എന്ന് പറയുന്നൊരു സോങ്ങാണ്. റിയലി അമേസിങ് പറയാതിരിക്കാൻ വയ്യ. എന്ത് ഫീലാണ് ആ ഒരു പാട്ട് പാടിയിരിക്കുന്നതാണെങ്കിലും പിന്നെ അതിൻ്റെ വിഷ്വലാണെങ്കിലും. എൻ്റെ അന്ന് വൈകിട്ടാണ് ഈ ഒരു ചിത്രത്തിൻ്റെ വീഡിയോ സോങ് വന്നിട്ട് യൂട്യൂബിൽ അവർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ പാട്ട് കണ്ടപ്പോഴേ അവിടെ നിന്ന് ഓക്കെ, ഈ സംഭവം ചരിത്രം കുറിക്കും, ഈ സോങ് ചരിത്രം കുറിക്കും എന്നപ്പോഴേ മനസ്സിൽ വന്നു. അതേപോലെ തന്നെ വൈകിട്ടായപ്പോൾ തൊട്ട് ഓരോരുത്തർ വീഡിയോ സ്റ്റാറ്റസ് ഫുൾ നമ്മുടെ ഇങ്ങനെ സ്റ്റാറ്റസ് മാറ്റുമ്പോൾ എല്ലാവരും ഓരോരുത്തർ ഈ സ്റ്റാറ്റസ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാം, എനിക്ക് മാത്രമല്ല കണ്ട എല്ലാവർക്കും മനസ്സിൽ പതിഞ്ഞൊരു പാട്ടാണ് ഈ തത്തക്കിളി എന്ന് പറയുന്നത്. പിന്നെ സുരഭി സുന്ദറും പിന്നെ നമ്മുടെ ടോവിനോയുടെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഉള്ള ഒരു സമയത്തൊരു സോങ് ഉണ്ട്. അതും നമ്മുടെ വിജയലക്ഷ്മി പാടിയ ഒരു സോങ്. അതും അതിമനോഹരമായിട്ടുള്ളൊരു സോങ്ങാണ്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ 3D ഇതിൽ 3D എന്ന് പറയാൻ വേണ്ടി സീനും നമുക്ക് 3D ആയിട്ട് ഇപ്പോഴത്തെ 3D എന്ന് പറയുമ്പോഴത്തേക്ക് അത് പിച്ചാത്തൻ സിനിമയിലെ പോലെ ഐസ്ക്രീം ഫ്രണ്ടിലേക്ക് നീട്ടുന്നത്, കുന്തെടുത്തെറിയുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് വരുന്നതോ അല്ല 3D. അതൊരു പ്രത്യേകതരം ഒരു അനുഭവമാണത്. എല്ലാവരും വിചാരിക്കുന്ന 3D എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഇങ്ങനെ ഒരു ഐസ്ക്രീം എടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കാണിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിലേക്ക് വരുന്നു എന്ന്, അതൊരു തെറ്റായ ചിന്താഗതിയാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന കുറച്ച് സിനിമ, അതേപോലെ വന്ന കുറച്ച് സിനിമയിൽ മാത്രമാണ് നമുക്ക് ആ ഒരു സംഭവം കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന പടങ്ങളിൽ നമുക്ക് അത് കാണാൻ സാധിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ആ 3D അല്ല ഇപ്പോൾ ഉള്ള 3D. പിന്നെ ടൊവിനോയുടെ അഭിനയം അത് പിന്നെ പറയണ്ടല്ലോ. മൂന്ന് ക്യാരക്ടർ പുള്ളി വ്യത്യസ്തമായിട്ടുള്ള സംസാര ശൈലിയാണെങ്കിലും അഭിനയമാണെങ്കിലും ലുക്കാണെങ്കിലും നമുക്ക് 3 സ്ഥാനത്തേക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള അഭിനയമാണ് ടൊവിനോ കാഴ്ചവെച്ചിരിക്കുന്നത്. അതെന്തായാലും എടുത്തു പറയേണ്ട കാര്യമാണ്. 6-7 വർഷം കൊണ്ടാണ് ഈ ഒരു സിനിമയുടെ ചിത്രീകരണവും എല്ലാം കഴിഞ്ഞത്. ഫസ്റ്റ് മൂവി 100 കോടി ക്ലബിലേക്ക് കയറുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ചെറിയ കാര്യമല്ല.